അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുറാദി യാ മുറാദി യാ മുറാദി മുറാദി ഷാ ഖദീറുല്ലാഹ് മുറാദി വശൗഖി അൻത യാ കുതുബ സമാനി വജൂദി മദ്ഹറുല്ലാഹി സുൽത്താനി. ഏറ്റവും സ്നേഹം നിറഞ്ഞ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് സയ്യിദുന അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹഹു മഹാനവറുകളുടെ ജന്മദിനം കൊണ്ടാടുകയാണ്. അതുകൊണ്ട് തന്നെ ഇമാം അലി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു ദീൻ ഇല്ല. മുഅ്മിനീങ്ങളുടെ നേതാവാണ് ഇമാം അലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ. പരിശുദ്ധ ഖുർആനിൽ 300-ൽ പരം സ്ഥലങ്ങളിൽ അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹഹു മഹാനവറുകളെ സംബന്ധിച്ച് ഖുർആൻ ഇറങ്ങിയിട്ടുണ്ടെന്ന. അങ്ങനത്തെ അലി റളിയല്ലാഹു തആല അൻഹു തങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഇസ്ലാമില്ല. അലി റളിയല്ലാഹു തആല അൻഹു തങ്ങളെ ബഹുമാനിക്കുമ്പോൾ, ആദരിക്കുമ്പോൾ, അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം കാണിക്കുമ്പോൾ ഷിയായിസമാണ് എന്ന് പറഞ്ഞ് മുദ്ര കുത്താൻ ചിലപ്പോൾ ആളുകൾ വന്നേക്കാം. പക്ഷേ 1000 പ്രാവശ്യം സിയയാക്കിയാലും അലി റളിയല്ലാഹു തആല അൻഹു തങ്ങളെ സ്നേഹിക്കാതെയും ആദരിക്കാതെയും ബഹുമാനിക്കാതെയും ഒരു മനുഷ്യന് ഒരു മുഅ്മിനാകാൻ സാധ്യമല്ല എന്നുള്ള സത്യം അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാമായ ബഹുമാനപ്പെട്ട നായിബ് ഖുതുബുസ്സമാൻ മഹാനവറുകൾ നമ്മളോട് പരിശുദ്ധരായ അലിയും കറമല്ലാഹു വജ്ഹഹു മഹാനവറുകളുടെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഹബീബായ ഖുതുബുസ്സമാൻ മഹാനവറുകൾ ഇവിടെ പരിശുദ്ധമായ ഖാദിരിയ ത്വരീഖത്തിന്റെ ആലിയായ പരിശുദ്ധമായ സമ്പൂർണമായ ഇസ്ലാമുമായി വന്നപ്പോൾ മഹാനവറുകളെ പരാജയപ്പെടുത്താൻ വേണ്ടി വളരെയധികം ശത്രുക്കൾ നമ്മുടെ കൂടത്തിൽ നിന്ന് തന്നെ, മുസ്ലിമീങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാവുകയുണ്ടായി. ആ സമയത്ത് ഹിജ്റ 600-ൽ മുറിഞ്ഞുപോയി ത്വരീഖത്ത് പ്രസ്ഥാനം എന്ന് പറഞ്ഞ് അന്ന് കുറേ പ്രസംഗിച്ചുകൊണ്ട് നടന്നു. പക്ഷേ മഹാനായ ഹബീബായ ഖുതുബുസ്സമാൻ മഹാനവറുകൾ ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു, ഇതങ്ങനെ വേററ്റു പോകുന്ന ഒരു പ്രസ്ഥാനമല്ല. മഹാനായ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന പരിശുദ്ധമായ സമ്പൂർണമായ ദീനിൻ്റെ അതിൻ്റെ തനി ആവർത്തനമാണ് ഞാനിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇസ്ലാം കാര്യം 5ആണ്, ഈമാൻ കാര്യം 6-മാണ്. ഇസ്ലാം കാര്യം 5 കാര്യങ്ങളും കർമ്മമാണ്, പഞ്ചകർമ്മങ്ങൾ എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാറുള്ളത്. ഇവിടെ ഈ കേരളത്തിൽ നടക്കുന്നത് ഇന്ന് ഒന്നില്ലാത്ത ഇസ്ലാമാണ് ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാം കാര്യത്തിൽ ആദ്യത്തെ കാര്യമായി എണ്ണിയിട്ടുള്ളത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമത്തു തൗഹീദാണ്. കലിമത്തു തൗഹീദ് മാറ്റി നിർത്തിക്കൊണ്ടുള്ളതായ ഇസ്ലാമാണ്, ശരീഅത്താണ് ഇവിടെ ഇവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ത്വരീഖത്ത് പോയിട്ട് ശരീഅത്തിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ ആ വഴിയിലേക്കാണ് ബഹുമാനപ്പെട്ട മഹാനായ ഹബീബായ നായിബ് ഖുതുബുസ്സമാൻ നിളാമുദ്ദീൻ സുൽത്താൻ ഷാഹ് ബാവ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനവറുകൾ ഈ ലോകത്തിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അലി റളിയല്ലാഹു തആല അൻഹു ആകുന്ന ആ പരിശുദ്ധരായ ആ ഇമാം അലി സുൽത്താൻ എന്ന് പറയുന്ന മഹാനവറുകളെ ഈ ലോകം പരിചയപ്പെടേണ്ടതുണ്ട്. അങ്ങനെ ആ അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹ എന്ന് പറഞ്ഞ പരിശുദ്ധമായ കലിമത്തു തൗഹീദിന്റെ ആ കേന്ദ്രമായ ഹബീബായ മുത്തുനബിയെയും ആ കേന്ദ്രത്തിലേക്കുള്ള കവാടമാകുന്ന
മഹാനായ അലിയും കറമല്ലാഹു വജ്ഹഹു മഹാനവറുകളെയും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മനസ്സിലാക്കി സ്നേഹിച്ച് ആദരിക്കുമ്പോഴാണ് ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ നീതിയും സമാധാനവും സമത്വവും എല്ലാം നമുക്ക് കൈവരിക്കാൻ സാധിക്കുക. മഹാനായ ഹബീബായ ഖുതുബുസ്സമാൻ മഹാനവറുകൾ ഈ ലോകത്ത് പ്രചരിപ്പിച്ചത് പരിശുദ്ധമായ സമ്പൂർണമായ ഇസ്ലാമാണ്. ആ ഇസ്ലാമിലൂടെ ജീവിച്ചാൽ മാത്രമാണ് പൂർണ്ണമായ മുഅ്മിനായിട്ട് മരിക്കാൻ സാധിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, അത് ബഹുമാനപ്പെട്ടവർ എപ്പോഴും അത് അവിടുത്തതായ നസീഹത്തിൽ പറയുകയുണ്ടായിട്ടുണ്ട്. എൻ്റെ യഥാർത്ഥ മുരീദുകൾ മരിക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് പോയി നോക്കിയാൽ ആ സത്യം, ഞാൻ പറയുന്ന സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ യഥാർത്ഥ മുരീദന്മാർ ഈ ലോകത്തോട് വിട പറയുമ്പോൾ പരിപൂർണമായ കലിമത്തു തൗഹീദ് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോട് ചിരിച്ചു മരിച്ചു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ സത്യം ഈ ലോകത്തോട് വിളിച്ചു പറയുകയും അതേ സത്യത്തിൽ ഉറച്ചുകൊണ്ട് മഹാനായ നൈബ് ഖുതുബുസ്സമാൻ മഹാനവറുകൾ ഇന്നും ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന, ഈ പരിശുദ്ധമായ തൗഹീദിന്റെ മാർഗം അവലംബിക്കുന്ന ആ ആളുകളെ യഥാർത്ഥ ഈമാനിലായി പരിശുദ്ധമായ തൗഹീദിലായി ചിരിച്ച് മരിപ്പിക്കുക എന്നുള്ള എൻ്റെ ഉപ്പച്ചി എന്നെ ഏൽപ്പിച്ചതായ ദൗത്യമാണ് ഞാൻ ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഒരു സംശയത്തിനും ഒരു ഏതും നൽകാത്ത രൂപത്തിൽ മഹാനായ നൈബ് ഖുതുബുസ്സമാൻ മഹാനവറുകൾ പ്രസ്താവിക്കുകയാണ്. ആ സത്യം ഇവിടെ നടപ്പാക്കുകയാണ്. നമുക്കറിയാം, ഈ അടുത്ത സമയത്തൊക്കെ മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ അതിന് ഉദാഹരണങ്ങളാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഇന്ന് പരിശുദ്ധമായ ഈ പരിശുദ്ധ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ച് ആലുവ തരീഖത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപം നടത്തുന്നവരുണ്ട്. അവരെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് പേര് ചാർത്തിയാലും ശരി, അങ്ങനെ ഒരു തരീഖത്തില്ല. ഈ തരീഖത്ത് എന്ന് പറയുന്നത് മഹാനായ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളിലേക്ക് ചേർക്കപ്പെടുന്ന പരിശുദ്ധമായ ഖാദിരിയ തരീഖത്ത് ആലിയായ തരീഖത്താണ്. പരിശുദ്ധമായ റൂഹിയായ വഴിയിലുള്ള തരീഖത്താണ്. അല്ലാതെ ആലുവ തരീഖത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു തരീഖത്തില്ല. അങ്ങനെ നിങ്ങൾ ആലുവ തരീഖത്ത് എന്ന് പറയുകയാണെങ്കിൽ ചാളാരി ശരീഅത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെന്ത് ചെയ്യേണ്ടി വരും? അവരെ വിളിക്കേണ്ടതായിട്ട് വരും. മഹാനവറുകൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾക്ക് ചോദിക്കാനുള്ളത്, ഇതുപോലെ പരിശുദ്ധമായ നിലക്ക് ഈമാനിലായി മരിക്കാൻ പാകപ്പെടുത്തുന്ന, ഈമാനിലായി മരിപ്പിക്കുന്ന ഒരു നേതൃത്വം ഒരു ആളെ നിങ്ങൾക്ക് നിങ്ങളെ കൂട്ടത്തിൽ കാണിച്ചു തരാൻ കഴിയുമോ എന്നാണ്. സംഘടനയിലേക്കല്ല ഇസ്ലാം, സംഘടനയിലേക്കല്ല ക്ഷണിക്കേണ്ടത്, വ്യക്തികളിലേക്കാണ് ക്ഷണിക്കേണ്ടത്. നമുക്കറിയാം, 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ ഓരോ കാലങ്ങളിലായിട്ട് അതാത് ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഖലീഫന്മാരായിട്ട് ഈ ലോകത്തിൽ രംഗപ്രവേശനം ചെയ്തവരാണ്. അവർക്ക് ശേഷം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖലീഫന്മാരായിട്ട് ഈ ലോകത്ത് ആ സത്യസന്ദേശം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ആ സത്യമായ സന്ദേശം ഈ ലോകത്ത് വിളംബരം ചെയ്യുകയാണ് മഹാനായ ഹബീബായ നൈബ് ഖുതുബുസ്സമാൻ നിസാമുദ്ദീൻ സുൽത്താൻ ഷാഹ് ബാവ മഹാനവറുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സത്യത്തിലേക്കാണ് ഈ ലോകത്തെ നമ്മൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മറയിടാൻ വേണ്ടി ആര് ഏതെല്ലാം നിലക്കുള്ള കുതന്ത്രങ്ങൾ നടത്തിയാലും അത് വില പോവുകയില്ല എന്നുള്ളത് നമുക്ക് വളരെ ശക്തിയായി പറയാൻ സാധിക്കും. കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലം സുൽത്താനിയത്തിൻ്റെ കാലമാണ്. ആ സുൽത്താനിയത്തിലൂടെ ഈ ലോകത്ത് ആരെല്ലാം നന്നാവണമെന്ന്, ആരെല്ലാം നീതിയിലും സമാധാനത്തിലും ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മഹാനായ ഹബീബായ നൈബ് ഖുതുബുസ്സമാൻ മഹാനവറുകളെ സമീപിക്കുന്നുവോ അവർക്ക് ഈ ലോകത്തും രക്ഷപ്പെടാൻ സാധിക്കും, നാളെ പരലോകത്തും രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ള പരമാർത്ഥം നമ്മൾ മനസ്സിലാക്കുകയും ഈ സത്യം തിരിച്ചറിയുകയും ചെയ്യണമെന്നാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അതുകൊണ്ട് എൻ്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ലതിന് നല്ലതായി മനസ്സിലാക്കുകയും ചീത്തയെ ചീത്തയായി മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വർജിക്കുകയും ചെയ്യാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.